ഹായ് ഗായ്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയാണ് കേട്ടോ, കനകയും ഗോവിന്ദനും. അപ്പം അവർ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ വിവാഹത്തിന് എത്താത്തതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഡോക്ടർ പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് എത്താത്തതെന്നും വിവാഹമൊക്കെ മംഗളമായിട്ട് നടന്നില്ലേ, സന്തോഷമുണ്ടെന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളിവിടെ എന്ന് ചോദിക്കുമ്പം നന്ദു തല ചുറ്റി വീണ് ഹോസ്പിറ്റലിലാണ്, ആദർശൻ നയനിയാണ് ഇവിടെ കൊണ്ടാക്കിയതെന്നൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ അവർ നന്ദുവിനെ കാണാൻ എല്ലാവരും കൂടെ കയറുകയാണ് കേട്ടോ. നന്ദു തല ചുറ്റി വീണതാണെന്നാണ് കനകയും ഗോവിന്ദനും വിചാരിച്ചത്. അതേസമയം ഡോക്ടർ പറയാണ് നന്ദു വെറുതെ തല ചുറ്റി വീണതൊന്നുമല്ല, നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്, വെള്ളത്തിൽ ചാടിയതാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പം ഗോവിന്ദനും കനകയും ഒക്കെ ഞെട്ടിപ്പോവാണ് കേട്ടോ. കനക, മോളെ നന്ദു, നീ എന്താ ചെയ്തത്? നീ എന്തിനിങ്ങനെ ഒരു അബദ്ധം ചെയ്തു? എന്താ മോളെ നിനക്ക് ഇത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയാം, അമ്മേ അതൊക്കെ വിട്, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല അമ്മയെ ചെയ്തത്. നിനക്ക് അനിയോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ നീ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ? നീ ആ ഒരു നിമിഷം നീ അച്ഛനെയും അമ്മയൊക്കെ ഓർത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഓർക്കാഞ്ഞിട്ടല്ല അമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇനിയും അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ ഞാനൊരു ശല്യമായി ഉണ്ടാകരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുമ്പം ഗോവിന്ദനും കനകയൊക്കെ നന്ദുവിനെ വഴക്ക് പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല, എനിക്ക് എൻ്റെ കരിയറിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ചിന്തിച്ചാൽ മതി, ഇനി ഞാൻ അനിയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കൊന്നുമില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഇതെല്ലാം മുത്തശ്ശനും അറിയാണ്. മുത്തശ്ശനോട് ഡോക്ടർ പറയാണ് കേട്ടോ, ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ആ കുട്ടീന്ന്. അപ്പോൾ എന്താണ് കാരണം എന്ന് മുത്തശ്ശൻ നന്ദുവിനോട് വന്ന് തിരക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ഒന്നുമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ കനക പറയാണ്, അല്ല, അവിടുത്തെ അനിയുമായി നന്ദുവിന് ഇഷ്ടമായിരുന്നു, എനിക്കും നന്ദുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ബന്ധത്തിന് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ രണ്ട് മരുമക്കളും അവിടെ വന്നതാണ്. ഇനിയിപ്പോൾ ഇവള് കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അവിടെ ആർക്കും അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധത്തെ ഞങ്ങളെല്ലാവരും എതിർത്തു എന്ന് പറയാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ ഞെട്ടിപ്പോവാണ്. മുത്തശ്ശൻ പറയാണ്, ഇങ്ങനൊരു കാര്യത്തിനാണ് മോളെ നീ ഇത് ചെയ്തത്? നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശനോട് പറയാൻ മേലായിരുന്നു, ഇല്ലെങ്കിൽ നിനക്ക് ആദർശിനെ അറിയിക്കാൻ പാടില്ലായിരുന്നു. ഈ ബന്ധത്തിന് ഞങ്ങൾ തയ്യാറായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവൻ്റെ ജീവിതവും അവൻ്റെ ഇഷ്ടങ്ങളുമാണ് ഞങ്ങളുടെ ഇഷ്ടം. അവന് അനാമികയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ വിവാഹം തന്നെ നടന്നത്. പക്ഷേ അവന് നന്ദുവിനെയായിരുന്നു ഇഷ്ടമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതേ നടക്കുള്ളായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവൻ്റെ ജീവിതം എത്രത്തോളം നന്നാവും. പുരോഹിതനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വിവാഹത്തിൽ ചെറു ദോഷങ്ങളുണ്ട്, 2 വിവാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന്. അന്ന് തൊട്ട് ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ തീയാണ്. പക്ഷേ ഇപ്പോൾ ഇതുകൂടി കേട്ടപ്പോൾ ആകെപ്പാടെ, മോക്ക് ഇത് നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറയുമായിരുന്നെങ്കിൽ ഈ വിവാഹം തന്നെ ഞാൻ നടത്തി തന്നേനേന്നൊക്കെ മുത്തശ്ശൻ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുത്തശ്ശൻ അനാമികയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് കേട്ടോ. അനാമികയും അനിയും തമ്മിൽ വലിയ പ്രണയമൊന്നും അല്ലായിരുന്നു എന്നുള്ള കാര്യം മുത്തശ്ശൻ അറിയാണ്. അങ്ങനെ അനാമികയുടെ വീട്ടുകാരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മുത്തശ്ശൻ അറിയുന്നുണ്ട്. അനാമികയുടെ വീട്ടുകാർ ഒരു ഫ്രോഡാണെന്നും പല സ്ഥലത്തുനിന്നും കടം വാങ്ങി ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കുകയാണ്. വിദേശത്തായിരുന്നു കുറേ കാലം, അവിടെ നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കി പണം തട്ടിപ്പിന് പോകുന്നതാണ് ഇങ്ങോട്ടെത്തും. അവരുടെ പേരിൽ പല കേസുകളുമുണ്ട്. ഇതൊക്കെ മുത്തശ്ശൻ അറിയാണ് കേട്ടോ. അനാമികയ്ക്ക് ഇതിനു മുമ്പ് മറ്റൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ മുത്തശ്ശൻ അറിയുമ്പോഴേക്കും മുത്തശ്ശൻ തകർന്നു പോവുകയാണ്. പക്ഷേ മുത്തശ്ശൻ ഈ വിവരമൊന്നും ആരോടും പറയുന്നില്ല. അനാമികയെ ചോദ്യം ചെയ്യാനും വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒന്നും പോകുന്നില്ല. ഇതെല്ലാം മുത്തശ്ശൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അനിയും അനാമികയും ഒന്നിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്നാണ് മുത്തശ്ശൻ വിചാരിക്കുന്നത്. ആ സമയത്താണ് ഒരു ദിവസം അനിയും അനാമികയും കൂടെ പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. ആ സമയം ജലജയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. ദേവയാനിയും ജലജയും ജാനകിയും കൂടി നിൽക്കുമ്പോഴാണ് അനാമികയും അനിയും കൂടി വന്നിറങ്ങുന്നത്. അപ്പോൾ ജാനകിക്കാണെങ്കിൽ മരുമകളോട് വല്ലാത്ത സ്നേഹമാണ്. അപ്പോൾ ജാനകി പറയാണ്, അയ്യോ മോളെ അനാമികയെ, നിങ്ങൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ യാത്ര ചെയ്തൊക്കെ വന്ന് ആകെ കരുവാളിച്ച് പോയി എൻ്റെ മോളുടെ മുഖമൊക്കെ. മോള് എന്താ മോൾക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ടതെന്ന് ചോദിക്കുമ്പം അനാമിക പറയും, ഓ വേണ്ട കേട്ടോ, ഒന്നും വേണ്ടാന്ന് പറയാം. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അല്ല മോൾക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരാം, നയനിയോട് പറയാം ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക വിചാരിക്കുകയാണ്, ഓ ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു, നന്നായിട്ട് ആ ബിരിയാണിയൊക്കെ കഴിച്ചതാണ്, ഇവരിനി ഇതിനും നിർബന്ധിക്കുക, ആ പിണക്കണ്ട, ജ്യൂസ് കുടിച്ചേക്കാം എന്ന് അനാമിക വിചാരിക്കുകയാണ്. അങ്ങനെ നയനെ വിളിക്കുകയാണ് ജാനകി, എടി നയനെ ഇവിടെ വാ, ദേ അനാമിക മോൾക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തേ എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആ ശരി ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ.
അപ്പോഴേക്കും ജലജ പറയാണ്, അതെ അവളെ കൊണ്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കിക്കണോ, അവൾ അതിലെന്തെങ്കിലും പൊടി കലക്കി തരുമോ എന്നുള്ള കാര്യം പോലും അറിയില്ല എന്ന് പറയുക. അപ്പോൾ അനാമികയും പറയുന്നത്, ശരിയാ, എനിക്കിപ്പം നയനേടത്തിയെ പേടിയാ. കല്യാണത്തിന് താലി കഴിഞ്ഞ് വീണത് നയനേടത്തി കാരണമായിരുന്നല്ലോ. ഇനിയിപ്പോൾ ജ്യൂസിലൊക്കെ എന്തെങ്കിലും പൊടി കലക്കി തന്ന് എന്നെ കൊല്ലാൻ ശ്രമിക്കുമോ വാ എന്നിങ്ങനെ പറയാം. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഏയ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൾ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അവൾ ആർക്ക് ദോഷം വരുന്ന അങ്ങനെയുള്ള പ്രവൃത്തിയൊന്നും ചെയ്യില്ല. കാര്യം എനിക്ക് അവളോട് താല്പര്യമൊന്നുമില്ല, എന്നാലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാം, ഞാൻ ചെന്ന് നോക്കട്ടെ അവൾ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുക. അപ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ നയന ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മാങ്ങ ഇങ്ങനെ ചെത്തുകയാണ്. നീ ഇതുവരെ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേടി എന്ന് ചോദിക്കുകയാണ് ജലജ. അപ്പം നയന പറയാം, എന്താ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ വന്ന് സ്വിച്ചിട്ടാൽ ജ്യൂസ് ആവത്തൊന്നുമില്ല. ഇവിടെ വന്ന് ഫ്രൂട്ട്സ് എടുക്കണം, അതിൻ്റെ തൊലിയെല്ലാം കളയണം, അത് മിക്സിയിലിട്ട് അടിച്ച് പാലും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഗ്ലാസ്സിലെടുക്കണം, എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് മുമ്പിൽ തരണ്ടേ, എന്നാലല്ലേ അത് ജ്യൂസ് ആവുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ പറയണം, നീ എന്നോട് തർക്കിക്കാറായല്ലേ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയണം. ഓ ആയിക്കോട്ടെ എന്ന് നയന പറയാം. ജലജ തിരിച്ചു വന്നിട്ട് പറയും, അവളവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നയന ജ്യൂസൊക്കെ ആയിട്ട് വന്ന് അനാമികയ്ക്ക് കൊടുക്കുകയാണ്. ഇതാ അനാമിക ജ്യൂസ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോളെ അനാമിക ഇന്നാ ജ്യൂസ്, ദേ കുടിച്ചോ എന്ന് പറയാണ്. അപ്പം അനാമിക ഒരു വായി ഇങ്ങനെ കുടിക്കുകയാണ്. കുടിച്ചു കഴിയുമ്പോഴേക്കും അനാമിക പറയാണ്, ഇത് മാംഗോ ജ്യൂസ് ആയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയാണ്, അതെ മാംഗോ ജ്യൂസാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് മാംഗോ ജ്യൂസ് അലർജിയാണ്, നിങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, അതെ നിനക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ മേലായിരുന്നോ, ഫ്രിഡ്ജിൽ പൈനാപ്പിൾ ഇരിപ്പില്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, ഫ്രിഡ്ജിൽ പൈനാപ്പിൾ ഇല്ല, ഞാൻ നോക്കി പൈനാപ്പിൾ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പം ജലജ പറയുക, പൈനാപ്പിളൊക്കെ ഉണ്ട് അവിടെ, ഇവക്ക് അതൊക്കെ എടുത്ത് അതിൻ്റെ മുള്ളൊക്കെ ചെത്തി കളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാങ്ങ എടുത്ത് പെട്ടെന്ന് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നാന്നേ. അപ്പോഴേക്കും ജാനകി പറയാം, അല്ലെങ്കിലും അവൾ അങ്ങനെയും ചെയ്യണമെന്നറിയാം. ഉടനെ തന്നെ അനാമിക ഇങ്ങനെ ഛർദ്ദിക്കുന്ന പോലെയൊക്കെ കാണിക്കുവാണ്. എനിക്ക് മാംഗോ ജ്യൂസ് അലർജിയാണ്, എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇവളിത് ചെയ്തത്, മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ല അനാമികയെ, അനാമികയ്ക്ക് മാങ്ങ അലർജിയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇവിടെ അത് ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. ജാനകി പറയാണ്, നേരാ, നീ മനഃപൂർവ്വം അല്ലേടി ചെയ്തത്, അനാമിക മോൾക്ക് മാങ്ങ അലർജിയാണെന്നറിയാം, അപ്പോൾ അവൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്ത് അവളെ കൊല്ലണം, അതല്ലായിരുന്നു നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, ജാനകി കൂടുതലും നീ തുള്ളണ്ട, അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല, അവൾക്ക് എങ്ങനെ അറിയും ഇവൾക്ക് മാങ്ങ അലർജിയാണെന്നുള്ള കാര്യം, എനിക്ക് പോലും അറിയില്ല അവൾക്ക് മാങ്ങ അലർജിയാണെന്നുള്ള കാര്യം, ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുള്ളതാണ്, പിന്നെ എങ്ങനെയാണ് നയനെ അറിയുന്നത്, ജാനകി നീ വേണ്ടാത്ത പറയരുതെന്ന് പറയുമ്പം ജാനകി പറയാണ്, എഴുത്തിക്കല്ലേലും മരുമകളെ പറഞ്ഞപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേ, ഇങ്ങ് താ മോളെ ആ ജ്യൂസ്, ഇതാ നിൻ്റെ ജ്യൂസ് കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് നയനയുടെ മുഖത്തേക്ക് ആ ജ്യൂസ് ഒഴിക്കുകയാണ് കേട്ടോ ജാനകി. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുക. എന്താ നയനമോളെ നിൻ്റെ മുഖത്തൊക്കെ, നിൻ്റെ സാരിയിലൊക്കെ എന്താ ഈ ജ്യൂസോ ഇതെന്താ എന്ന് ചോദിക്കുക മുത്തശ്ശൻ. അപ്പോൾ നയന ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുക, എന്താ എന്താ ദേവയാനി ഇവിടെ ഉണ്ടായത്. അപ്പോൾ ദേവയാനി പറയാണ്, അത് നയന ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് അനാമികയ്ക്ക്, മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്, പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, മാംഗോ ഇവക്ക് അലർജിയാണ്, അതുകൊണ്ട് മാങ്ങ അനാമികയ്ക്ക് അലർജി ആണെങ്കിൽ അനാമിക കുടിക്കണ്ട, അതുകൊണ്ട് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയാണ്, അപ്പോൾ ജാനകി ആ ജ്യൂസ് നയനയുടെ മുഖത്തേക്ക് ഒഴിച്ചു എന്ന് പറയാണ്. എന്ത്, നയനമോളുടെ മുഖത്തേക്ക് ജ്യൂസ് ഒഴിച്ചോ ജാനകി, ജാനകി എന്താ നീ കാണിച്ചത്, ഇത്തരത്തിലുള്ള അഹങ്കാരം ഇവിടെ പാടില്ല, അനാമിക മോൾക്ക് ജ്യൂസ് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവൾക്ക് തന്നെ ഉണ്ടാക്കാം, നയനമോളും അനാമിക മോളും ഈ വീട്ടിൽ ഒരുപോലെ തന്നെയാണ്, ആർക്കും ഇവിടെ പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല, നയനമോളില്ലാത്ത ഈ വീട്ടിൽ വേറെ ആരും വേണ്ട, നയനമോളാണ് ഈ വീട്ടിൽ ഏറ്റവും സ്ഥാനമുള്ളത്, നയനമോളെ അംഗീകരിക്കാൻ കഴിയാത്തവരും അവളെ വേലക്കാരിയായിട്ട് കാണുന്നവരും ഇവിടെ നിൽക്കണമെന്നില്ല, അനാമികയ്ക്കോ ജാനകിക്കോ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, ഇത് എൻ്റെ ഉത്തരവ് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടുന്ന് പോവുകയാണ് കേട്ടോ. ബാക്കി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്